നമ്മുടെ മുറ്റത്ത് കച്ച മുന്തിരി കാണാൻ വാ. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മുന്തിരി കാച്ചിട്ടുണ്ട്. ഇതേ 2 കൊലയുണ്ട്. ഈ മുന്തിരി ഒരു 6-7 വർഷത്തിന് മുമ്പ് ഇവിടെ നട്ടതാണ്. ആദ്യമൊക്കെ നല്ല രീതിയിൽ കായ്ക്കുമായിരുന്നു. കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് കായ്കൾ പറിച്ച് ഏകദേശം ഒരു 4 വർഷക്കാലം ഇത് കായ്ക്കില്ലായിരുന്നു. കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുകയും വളം കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് കായ്ക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇതങ്ങ് മുറിച്ച് കളയാം, എന്നിട്ട് വേറെ എന്തെങ്കിലും കായ്ക്കുന്ന ചെടികൾ നട്ട് വളർത്താമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ട് വളം കൊടുക്കുകയും പ്രൂണിങ് ചെയ്യാറും ഒന്നുമില്ലായിരുന്നു. അപ്പോഴാണ് ഈ 2 കൊല മുന്തിരി കണ്ടത്. മുന്തിരി പ്രൂണിങ് അല്ലെങ്കിൽ മുന്തിരിവള്ളി കോതൽ എന്ന് പറയും. അത് നല്ല വിളവ് ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. വിളവെടുപ്പിന് തൊട്ട് മുമ്പ് പൂവിടാൻ വേണ്ടിയാണ് പ്രൂൺ ചെയ്യുന്നത്. ഇതിൽ അനാവശ്യമായതും ഉണങ്ങിയത് രോഗബാധിച്ചതുമായിട്ടുള്ള തണ്ടുകളൊക്കെ മുറിച്ച് കളയുന്നു. പ്രൂണിങ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വളപ്രയോഗവും നന്നായിട്ട് വെള്ളമൊക്കെ കൊടുക്കണം. പിന്നെ പ്രൂണിങ് നടന്നു കഴിഞ്ഞാൽ ഒരു 15-20 ദിവസത്തിനകം പുതിയ തളിരുകളും പൂക്കളും ഒക്കെ വന്നു തുടങ്ങും. കേരളത്തിലെ കാലാവസ്ഥയിൽ 2 പ്രാവശ്യം പ്രൂണിങ് ചെയ്യാറുണ്ട്. ഒക്ടോബർ നവംബർ മാസത്തിലും പിന്നെ മെയ് ജൂൺ മാസത്തിലും. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഒരു ഫ്രൂട്ട് നിൽക്കുന്നതും ഇതിൻ്റെ പഴങ്ങൾ പറിച്ച് കഴിക്കുന്നതും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അതിൽ നിന്ന് കുറച്ചായിരിക്കും കിട്ടുന്നത്, എന്നാലും അതിൽ നിന്ന് ഓരോന്ന് പറിച്ച് കഴിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഇത് കാണുന്നവർക്ക് നല്ല സന്തോഷമാണ്. ഈ മുന്തിരി വള്ളി ഇത് ഇത്രയും വലിപ്പമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടാതെ വേറൊരു വള്ളി കൂടി നിൽക്കുന്നുണ്ട്. അത് അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. നമുക്കതുകൂടി കാണാം. ഇതും രണ്ടും കൂടി ഒരു പന്തലിലോട്ടാണ് നമ്മൾ പടർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്തൊരു ചെമ്പരത്തി ഒരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വളർന്നു. പക്ഷേ ഇതെടുത്ത് കളയാൻ പറ്റുന്നില്ല. ഇവിടെ ഈ പുറത്തോട്ട് ഇത് ഉറച്ചങ്ങ് ഇരിക്കുകയാണ്. പൂക്കളാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് നിറച്ച് പൂക്കളാണ്. ഇനി ഇതിൻ്റെ കമ്പ് മുറിച്ച് നമുക്ക് വേറൊരു ചെടിച്ചട്ടിയിലാക്കണം. അപ്പോൾ പിന്നെ നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ ചെമ്പരത്തി എൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചെടിച്ചട്ടിയിലാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്. ഈ ചെടി ഈ മണ്ണിലോട്ട് ആഴ്ന്നിറങ്ങി ഈ ചെടിയിൽ നിന്ന് ഒരുപാട് കൊമ്പ് താഴേക്കും മുകളിലോട്ടും ഒക്കെ പോയി നിറച്ച് പൂക്കളാണ്. കണ്ട, ഒരുപാട് പൂക്കളുണ്ട് ഇതുപോലെ. ഈ 2 കൊല മുന്തിരി മാത്രമല്ല, നമുക്ക് ടെറസിൽ ഇതിനേക്കാളും കൂടുതൽ മുന്തിരി നിൽക്കുന്നുണ്ട്. നമുക്ക് ടെറസിലെ മുന്തിരി കാണാൻ പോവാം. ഇവിടെ ഒരു പൂ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടില്ലായിരുന്നു. എന്താ ഒരു നിറച്ച് മുന്തിരി ഉണ്ട്. അപ്പം നമ്മളിത് മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഇത് മുറിച്ച് കളയില്ലായിരുന്നു. കാരണം റൂമൊക്കെ തണുപ്പുള്ളതുകൊണ്ട് വീടിന് മുകളിലുള്ളത് നമ്മൾ മുറിച്ച് കളയില്ലായിരുന്നു. അടുത്ത കൊല കണ്ടോ, അതൊരു ചെറുതാണ്. ഇനി നമ്മൾ കവറിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതാണ് രസം. നല്ല സൂപ്പറായിട്ട് പഴുത്ത ഒരു മുന്തിരിയുണ്ട്. അത് മരണം പറിച്ച് കഴിച്ചു നോക്കട്ടെ. ഇതിങ്ങ് ഉണങ്ങിപ്പോയി. ഈ മുന്തിരി കവറിട്ട് നിർത്തിയിരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. നല്ല കളറായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ.